അങ്ങനെയല്ല, ഇത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം. നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം. ആദ്യം അത് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം. ഈ സിസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, അവർ ജയിലിലാണ്, ജാമ്യം ലഭിച്ചിട്ടില്ല. ഇതൊരു മാനദണ്ഡമായിരിക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി. അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം, പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാഹോദര്യത്തിൻ്റെ പൂർണ്ണത പറയാൻ കഴിയുക? അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല, ഇത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം. നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം. ആദ്യം അത് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം. മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം നിഷേധിക്കുന്നു, ഇപ്പോൾ സെഷൻസ് കോടതിയിലും ജാമ്യം നിഷേധിക്കുന്നു. ഇപ്പോൾ ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടുന്നതിന് പരിമിതിയുണ്ട് എന്ന്. അപ്പോൾ അത്രയും ഗൗരവമായിട്ടുള്ള കുറ്റം ചെയ്തു എന്നുള്ളതാണ് ഒരു എഫ്ഐആർ അടക്കം എഴുതിവെച്ചിരിക്കുന്നത്. സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന കാര്യമാണ്, അതിനകത്ത് ഒരു എഫ്ഐആർ വരിക ഇരുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഇതിൽ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഇവരെ പറഞ്ഞ വാചകം ഈ അറസ്റ്റിന്റെ പേരിലായിരിക്കും ഇനി നിലപാട് സ്വീകരിക്കാൻ പോകും. ഇത് കൃത്യമായിട്ടുള്ള ഒരു തുറന്നുവെച്ചിലാണ്. അതായത് ഈ അങ്ങനെ ഒരു ജഡ്ജി, ഞാനത് കേട്ടില്ല, അങ്ങനെ ഒരു ജഡ്ജി പറഞ്ഞെങ്കിൽ അദ്ദേഹം ഈ രാജ്യത്തോട് തുറന്നു പറയണം. നീതി പ്രവർത്തിക്കാൻ സാധിക്കാത്ത മേൽ സമ്മർദ്ദം എൻ്റെ മേലുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകും, ക്ലിയറാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ കാസ പോലെയുള്ള ചില സംഘടനകൾ ബി.ജെ.പിയുടെ നിലപാട് ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പി നേതാക്കളുടെ നിലപാട് ശരിയാണെന്നും അവർ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിരുന്നു. ഞാൻ സഭയുടെ പേരിലാണ് സംസാരിക്കുന്നത്, അതേക്കുറിച്ച് തന്നെ സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം. ഇതിൽ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അത് അവരുടെ അഭിപ്രായം പറയും.